വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട രഥോത്സവത്തിന് തുടക്കമാണ്. ഒന്നാം തേരുകൾ തയ്യാറായിരിക്കുന്നു. ഈ ഒന്നാം തേരുകൾ നമുക്ക് പിറകിൽ കാണാം. ഈ ഒന്നാം തേരുകൾ ഇന്ന് ഈ നിരത്തിലൂടെ സഞ്ചരിക്കും. മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണമാണ്. ഇന്ന് കൽപ്പാത്തിയിൽ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമുണ്ട്. എല്ലാ മുന്നണികളുടെയും നേതാക്കന്മാർ ഇന്ന് കൽപ്പാത്തിയിൽ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളെ കാണുന്നു. ഈ തേര് വലിക്കുന്ന സമയം, തേര് കടന്നു പോകുന്ന സമയമാണ്. ഒരുപാട് ദൂരത്ത് നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ദേവരഥങ്ങൾ വലിക്കുന്നത് കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഒന്നാം തേരുത്സവം നടക്കുന്നു. നാളെ രണ്ടാം തേരുത്സവം. മൂന്നാം ദിവസം മൂന്നാം തേരിനു ശേഷം ദേവരഥ സംഗമം നടക്കും. ഇന്ന് 10:30ക്കും 11:30ക്കും ഇടയ്ക്കാണ് ഇവിടെ രഥ പ്രയാണം നടന്നത് ക്ഷേത്രത്തിൽ. അതിനുശേഷമാണ് തേര് വലിക്കുന്നത്. നമുക്ക് കാണാം, ഒരു വർഷം നീണ്ട വ്രതത്തിന് ശേഷമാണ് ഈ തേര് വലിക്കാനായി ഈ ഭക്തർ ഇവിടെ വന്നു നിൽക്കുന്നത്. 3 തേരുകളാണ് റെഡിയായിരിക്കുന്നത്. 3 തേരിൽ ഒന്നാം തേരിത കടന്നു പോകുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവന്മാർ ഭക്തജനങ്ങളെ കാണുന്നതിനായി രഥങ്ങളിൽ വരുമായിരുന്നു എന്നുള്ളതിന്റെ ഐതിഹ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുകൂടിയാണ് രഥോത്സവത്തിന്റെ ഈ തേര്, ഒന്നാം തേര് പ്രയാണം നടത്തുന്നത്. നവംബർ 6 തൊട്ട് 16 വരെയാണ് രഥോത്സവത്തിന്റെ ദിവസം. 7-നായിരുന്നു കൊടിയേറ്റം നടന്നത്. ഇന്ന് 13-ാം തീയതി ഒന്നാം തേരുത്സവം നടക്കുമ്പോൾ ഈ രഥോത്സവം പ്രമാണിച്ചാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തന്നെ 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. അതിൽ 3 രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായിട്ടും കൽപ്പാത്തിയിൽ ഇന്ന് എത്തി ചേർന്നിരിക്കുന്നു.
ദേവരത സംഗമം നടക്കുന്ന 15-ാം തീയതി വരെ രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇത് അലങ്കരിച്ച തേര് തെരുവിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാൻ എത്തുമ്പോൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാശി വിശ്വനാഥ ക്ഷേത്രവുമായിട്ടൊക്കെ വലിയ സാമ്യം പറയുന്ന ഒരു ക്ഷേത്രമാണ്. കാശിയിൽ പാതി കൽപ്പാത്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഈ ക്ഷേത്രം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ശിവന്റെ പലവിധ ഭാവങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ്. അതിൽ ദക്ഷിണാമൂർത്തിയുണ്ട്, ഗംഗാധരനുണ്ട്, കാലഭൈരവനുണ്ട്, ചണ്ഡികേശ്വരനുണ്ട്. ഉമാമഹേശ്വര പൂജയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് ഇവിടുത്തെ. ഇതിൽ ആദ്യത്തെ തേര് ശിവനും പാർവതിയും സഞ്ചരിക്കുന്ന തേര്, പിന്നീട് ഗണപതിയുടേത്, പിന്നീട് സുബ്രഹ്മണ്യദേവന്റെ തേര്. ഇവിടുത്തെ പ്രതിഷ്ഠയിൽ തന്നെ വള്ളി ദേവസേനാ സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യനാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഒപ്പം ഗണപതി, സൂര്യനുണ്ട്, നാഗദൈവങ്ങളുണ്ട്. ഈ തമിഴ് ആഗമ പ്രകാരമാണ് ഈ ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത്. നമുക്കറിയാം തമിഴ് സംസാരിക്കുന്ന മലയാളി തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തി തെരുവിൽ കൂടുതലായിട്ടുള്ളത്. വലിയൊരു വികാരമാണ്. 700 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വികാരമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞതിന് ശേഷം മതി തെരഞ്ഞെടുപ്പ് എന്നുള്ള തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുകയും ആ തരത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തേര് വലിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതായത് ഒരുപക്ഷെ ചേലക്കരയിലും വയനാടും കാണാത്ത തരത്തിലുള്ള തികച്ചും ഭക്തിസാന്ദ്രമായിട്ടുള്ള, അതായത് ഭക്തി കൂടി ഇടകലർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണോ? പട്ടാമ്പിതാണ്. ഇത് കാണാൻ വേണ്ടി ആദ്യമായിട്ട് വന്നതാണ്. രണ്ടാമത്തെ തേര് വരുന്ന ദൃശ്യങ്ങൾ നോക്കുക. ആദ്യം നമ്മൾ കണ്ട തേര് ഗണപതിയുടെ തേര്. രണ്ടാമത്തത് സുബ്രഹ്മണ്യൻ, അതായത് മുരുകന്റെ തേര് പോകുന്ന കാഴ്ച കാണുക. ഏറ്റവും അവസാനം ശിവപാർവതി തേര് പോകുന്നു. പാലക്കാടുകാർ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നുള്ള ഭക്തജനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അത് കുടുംബാംഗങ്ങളുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ രഥോത്സവ ദിവസം വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മോശമായിട്ട് ബാധിച്ചേനെ. ഇവിടെ ബന്ധുക്കളുണ്ടോ? കാരണം ഇതൊരു തെരഞ്ഞെടുപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാലക്കാട് വോട്ടുള്ള ആൾക്കാരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ വന്നവർക്കൊന്നും പാലക്കാട് വോട്ടില്ല. പക്ഷെ എന്നാലും ഈ രഥോത്സവം മാറ്റിവെച്ചു, രഥോത്സവം മാറ്റിവെക്കാതെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു എന്നുള്ളതിൽ ഭക്തജനങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും അല്ലേ?
തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ഒരു ഭക്തനെ ഇന്നലെ കണ്ടിരുന്നു ലേഡി. അവർ പറഞ്ഞു ഇന്നാ വോട്ടെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല, ഞങ്ങൾ കൽപ്പാത്തി ദിവസത്തിന് മാത്രമേ പോകുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളതെന്ന് പറയുമ്പോൾ ഞങ്ങൾ കിട്ടും. തീർച്ചയായിട്ടും ചോര പറഞ്ഞു. കാര്യം എന്തായാലും ഇത്രയും ഒരു ഇലക്ട്രിഫൈയിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഇത് ഭയങ്കര അനുഭവമാണ്. ശരി, എന്തായാലും നിങ്ങൾ പാലക്കാടുകാർ അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പൾസ് ഉള്ളതുകൊണ്ട് ഏറ്റവും ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലമാണ്. കോട്ടയത്ത് നിന്നുള്ള ആൾക്കാരുടെ വല്ല പ്രഡിക്ഷൻ ഉണ്ടോ? ഞങ്ങളുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് സെക്കൻഡും പോയി, ചിലപ്പോൾ സെക്കൻഡ് പോയാൽ ഫസ്റ്റ് വരാം സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുന്നു. പൂർണ്ണമായും ശരിയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഈ സമയത്ത് രാഷ്ട്രീയം ഞങ്ങൾ മറ്റുള്ളവർ സംസാരിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയം ഇതിനകത്ത് ചർച്ചയാവുന്നുണ്ട്. ഈ സംസാരിച്ച ആൾക്കാരൊന്നും, ഞാനിപ്പോ സംസാരിച്ച ആൾക്കാരൊന്നും പാലക്കാട് നിന്നുള്ളവരല്ല. എനിക്ക് തോന്നുന്നു പാലക്കാടുള്ളവരൊക്കെ ഇതിനൊപ്പം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് വോട്ടെടുപ്പ് നടക്കേണ്ടതായിരുന്നു, അത് നടന്നില്ല. അതിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവുമല്ലോ രഥോത്സവം? തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും വലിയൊരു ഉത്സവം നടക്കുമ്പോൾ എല്ലാവരും ഈ സമയത്ത് വോട്ടിൽ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരയ്ക്കും, അത് വളരെ നഷ്ടമായിരിക്കും. അപ്പോൾ മാറ്റിവെച്ചത് എല്ലാവർക്കും സന്തോഷമാണ്. ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ തന്നെ ഉണ്ട്. അതായത് കൽപ്പാത്തി കേന്ദ്രീകരിച്ച് ഒരു ഭക്തി കൂടെ മിക്സ് ചെയ്തിട്ടാണ് മൂന്ന് പേരും വന്നിരിക്കുന്നത്. അതെങ്ങനെ കാണുന്നു? ഇവിടുത്തെ ജനങ്ങളൊക്കെ അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയത്തിലൊന്നും വലിയതൊന്നുമില്ല, പക്ഷെ എന്നാൽ അവരുടേതായ ചില രാഷ്ട്രീയങ്ങൾ ഉണ്ടാവും. ഇപ്രാവശ്യം ഏതായാലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അറിയില്ല, ഒരു മാറ്റം വിചാരിക്കുന്നുണ്ട്. ഏതായാലും ആവേശത്തോടുകൂടി പോയി വോട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഇവിടുത്തുകാർ ആരും വോട്ട് നഷ്ടപ്പെടുത്താറില്ല. പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്യും. രാവിലെ 8 മണിക്ക് തന്നെ പോളിംഗിൽ പോയി നിൽക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വരുന്ന രഥോത്സവമാണല്ലോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഇന്നായിരുന്നു വോട്ടെടുപ്പെങ്കിൽ നിങ്ങൾ എന്തായാലും വോട്ട് ചെയ്യാൻ പോകും. ആർക്കായിരിക്കും സാധ്യത? എന്തെങ്കിലും ഒരു വാക്ക് പറയുമോ? സസ്പെൻസ് ആണ്. ഏതായാലും പാലക്കാട് ജനങ്ങൾക്ക് ആരാണ് കൂടെ നിൽക്കേണ്ടത്? പ്രധാനമായിട്ടും എന്താണ് ആവശ്യം? കൽപ്പാത്തിക്കാർ നമ്മുടെ രീതികളൊക്കെ കുറയാതെ പോയിക്കൊണ്ടിരിക്കണം. ധാർമ്മികം എല്ലാം, വിശ്വാസം എല്ലാം ഉണ്ടല്ലോ. എന്താ ഞങ്ങൾ സിസ്റ്റേഴ്സ്, എന്റെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. അവർക്ക് അതിന് എപ്പോഴും അത് മുൻതൂക്കം കൊടുക്കും. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ രഥോത്സവം നടക്കുന്നു, തേര് വരുന്നു. ഒരു പക്ഷേ ഇത് ഇന്ന് നടന്നിരുന്നെങ്കിൽ അത് പക്ഷേ വോട്ടെടുപ്പിനെയൊക്കെ ബാധിച്ചേനെ. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അത് എന്ത് തന്നെ ആയാലും മാറ്റിയത് പാലക്കാടുകാർക്ക് ഉചിതമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇന്നിപ്പോ ചേലക്കരയും വയനാടും ഒക്കെ പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ പാലക്കാട് മാത്രം ഉത്സവത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ കൽപ്പാത്തിക്കാരുടെ ഒരു പ്രതീക്ഷ എന്താണ്? കൽപ്പാത്തിക്കാരുടെ പ്രതീക്ഷ ഉത്സവം തന്നെയാണ്. ഞങ്ങളിന്ന് ഏകദേശം നിത്യ ഉത്സവക്കാരാണ്. ക്ഷേത്രങ്ങളുടെ ഗ്രാമങ്ങളാണ്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ ഉണ്ടാവില്ലേ? ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ജനഹിതം തന്നെയാണ്. ജനഹിതം ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സജീവമായിട്ട് വോട്ടെടുപ്പിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന റിജിൽ മാകുറ്റൂടി നമുക്ക് പറഞ്ഞില്ല, ഈ ഭക്തിയായിട്ട് മിക്സ് ചെയ്തിട്ട് ചേലക്കരയിലും വയനാടും ഒക്കെ ഇങ്ങനെ പോളിംഗ് നടക്കുമ്പോൾ ഈ തരത്തിൽ ഒരു ഭക്തി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രചാരണത്തിലാണ് കോൺഗ്രസ്, UDF, ബാക്കി മൂന്ന് മുന്നണികളും. അങ്ങനെ എങ്ങനെയാ തോന്നണേ ഇവിടെ? അത് പാലക്കാടിന്റെ ഒരു സാംസ്കാരിക പൈതൃകല്ലേ. തീർച്ചയായിട്ടും കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് ഈ നാടിന്റെ എല്ലാവരുടെ വികാരമാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് എല്ലാവരും ഉൾക്കൊണ്ട് ഇവരുടെ കൂടെ ചേരുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ ആ തെരഞ്ഞെടുപ്പും ഈ എന്താണ് ഭക്തിയുടെ ലഹരിയിലേക്കാണ് ഇവിടെ കാണുന്നത്. ഈ പാലക്കാടത്തെ സസ്പെൻസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇതാരും മൂന്ന് മുന്നണികളും ആ പ്രതീക്ഷയൊക്കെ പറയുന്ന ഒരു സമയമുണ്ട്. ഇത് കൽപ്പാത്തിക്കും അതിൽ നിർണായകമായിട്ടുള്ള റോൾ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു താല്പര്യം ഞാൻ പലരോടും ചോദിച്ചു. അപ്പൊ ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിജിൽ എങ്ങനെ തോന്നുന്നു ഇവരെയൊക്കെ കണ്ടിട്ട്? കൽപ്പാത്തി UDFന്റെ കൂടെ മാത്രമല്ല, ഈ പാലക്കാട് UDFന്റെ കൂടെയാണ്. രാഹുലിന് വലിയ ഭൂരിപക്ഷം ഇവിടുന്ന് കിട്ടും. ഇവിടുത്തെ ജനങ്ങൾ തന്നെ രാഹുലിനെ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമില്ല. വളരെ ശക്തമായ രൂപത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും.
ഇപ്പം BJP പറയുന്ന ഒരു അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്ജൊക്കെ ഉണ്ടല്ലോ, അതൊരു പക്ഷേ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു നിലപാട് ഉറപ്പിക്കാൻ UDF-ന് കഴിയും എന്ന് തന്നെയാണ് തീർച്ചയായും കഴിയും. 2 മാസം മുമ്പേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. 9,000-ന് മുകളിലെ ഭൂരിപക്ഷമാണ് ശ്രീകണ്ഠന് ജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു വോട്ട് ബാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. അതിനകത്ത് ഒന്നും വിള്ളൽ വീഴ്ത്താനൊന്നും ആർക്കും സാധിക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ BJP-ക്ക് ആ തെരഞ്ഞെടുപ്പിനകത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പിന്നെ ശ്രീധരൻ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന് അനുകൂലമായി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ. എന്തായാലും ഈ തേര് ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ആദ്യമായിട്ട് വരുന്നത്. അടിപൊളിയാണ്, ഭയങ്കര ഒരു വൈബാണ്. തീർച്ചയായിട്ടും ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. തീർച്ചയായും നമ്മൾ ഒരുപാട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാലക്കാടൻ വൈബ് ഈ കൽപ്പാത്തിയിൽ കാണുന്നുണ്ട്. എല്ലാവരും ഒഴുകിയെത്തുന്ന ഒരു സമയത്ത് വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ അത് 3 രാഷ്ട്രീയ പാർട്ടികളെയും ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന് ഊഹിക്കാവുന്ന കാര്യമാണ്. ഏതായാലും അങ്ങനെയല്ല, രഥോത്സവം ആഘോഷമായിട്ട് നടക്കുന്നു ഈ 3 ദിവസവും. ഇന്ന് 1-ാം തേരിന് ശേഷം നമുക്കിനി ഒരു തേര് കൂടെ വരാനുണ്ട്, കാണുന്നില്ലേ? അത് ശിവപാർവതി തേരാണ്. ആദ്യം പോയത് ഗണപതിയുടെ തേര്, പിന്നെ മുരുകന്റെ തേര്, ശിവപാർവതിയുടെ ഉള്ളതിൽ ഏറ്റവും വലിയ തേര് ഈ 3 ഈ 3-ാമത്തത് തന്നെയാണ്. നേരത്തെ 2 തേര് പോകുമ്പോൾ നമുക്ക് ഈ വീതിയിലൊന്നും നിൽക്കാൻ പോലും സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. എല്ലാ വർഷവും വലിക്കാറുണ്ടോ? ഉണ്ടോ? എല്ലാ വർഷവും വലിക്കും. അപ്പൊ തെരഞ്ഞെടുപ്പ് ഇന്നെങ്ങാനും നടന്നിരുന്നെങ്കിൽ വോട്ടിന് പോകൂലായിരുന്നല്ലേ? വോട്ടങ്ങ് പോയനെ. രഥോത്സവം കഴിഞ്ഞിട്ടുള്ള വോട്ടേ ഉള്ളൂ. നിങ്ങൾ പാലക്കാട് തന്നെയാണോ? പിന്നെ ശരി. പക്ഷെ വോട്ടില്ലല്ലോ. എന്നാലും ഈ രഥോത്സവത്തിന്റെ ദിവസം എങ്ങനെയാണ് പിന്നെ വോട്ടെടുപ്പൊക്കെ മാറ്റിയോട്ടെ? രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ടല്ലോ, സാധാരണ അങ്ങനെ വരാറില്ലല്ലോ. നിങ്ങൾ ഈ കൽപ്പാത്തി തന്നെയാ? അല്ല, വീട് മേലെ മുറിയാണ്. എല്ലാ വർഷവും ഈ തേര് വലിക്കാൻ വരാറുണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വരുന്ന ആദ്യത്തെ തേര് ഈ 3-ാമത്തെ തേരാണോ വലിക്കാൻ? കുറച്ച് അത് വലിക്കാൻ അത് കുറച്ച് സമയം എടുക്കും. നിങ്ങള് ആർക്കൊപ്പാണ്? എന്താണ് നിങ്ങളുടെ ഒരു പേര് പറയണ്ട, എന്നാലും എന്തിനു വേണ്ടി നിൽക്കുന്നവരായിരിക്കണം കൽപ്പാത്തിക്കാണ്? ഇപ്പൊ കൽപ്പാത്തി തേര പറഞ്ഞിട്ട് വന്നു മാത്രമേ, അല്ലാണ്ട് വേറെ രാഷ്ട്രീയത്തില്ല. ശിവപാർവതിയുടെ 3-ാം തേരാണ്. വലിയ തേരാണ്, നല്ല ഭാരമുണ്ട്. അതായത് നേരത്തെ ഗണപതിയുടെ തേരും മുരുകന്റെ തേരും പോയതുപോലെ അത്ര എളുപ്പത്തിൽ ഇത് പോകില്ല. മെല്ലെ മെല്ലെ വലിച്ചിട്ടാണ് ഈ തേര് പോകുക. അങ്ങനെ 3 തേര്
തേരുകൾ ക്ഷേത്രം വരെ വലിച്ചെത്തിയ ശേഷം നാളെയും തേരുകൾ വരും. വലിയ തിരക്കിന്റെ ഇടയിൽ ഈ രഥോത്സവം മാറ്റിവെച്ചില്ലായിരുന്നെങ്കിൽ അത് വോട്ടെടുപ്പിനെ ബാധിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റിവെക്കണം എന്ന് പറഞ്ഞതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും, ഒരു സമ്മർദ്ദം ഉണ്ടാകും. എവിടെ നിൽക്കണം, വോട്ട് ചെയ്യാൻ പോകണം, വോട്ട് ചെയ്യാൻ ചെല്ലുമ്പം അയ്യോ തേരിന്റെ സമയമായാലും ഒരു ഇതാണ്. അപ്പോൾ അത് ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത് തന്നെ. അതിപ്പോൾ ശരിയാണെന്ന് ഇവിടുത്തെ ആളുകൾ തെളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചേലക്കരയിലും വയനാടൊക്കെ പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോഴേ ഇതൊരു ഭക്തി കൂടെയുള്ള ഒരു പ്രചാരണമാണ്. ഒരു വേറെ പ്രചാരണമല്ല, ഇത് പ്രചാരണമല്ല. അതിപ്പം ഇവിടെ ഒരു രാഷ്ട്രീയവും പറയുന്നില്ലല്ലോ. ഇത് നമ്മൾ ഭക്തിയാണ്, ആളുകളുടെ സന്തോഷമാണ്, ആളുകളുടെ ബ്ലസ്ഡ് മൊമെന്റിലാണ്. അതാണ് ഒരു പ്രത്യേക ഹരമാണ്. കാരണം എന്താ അറിയോ, ഒരു ഭക്തി സാന്ദ്രമായ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ഈ രഥം വലിക്കുന്നത് വലിയൊരു അനുഭവമാണ്. ഇത് എനിക്ക് ആദ്യത്തെ അല്ല, കുറെ വർഷങ്ങളായിട്ട് എല്ലാ രഥോത്സവത്തിനും വരാറുണ്ട്. ഇവിടെ ഭക്തന്മാരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. മതസൗഹാർദ്ദത്തിന്റെ ഒരു ആഘോഷം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം. അതായത് മറ്റ് ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത ഒരു പ്രത്യേക. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഇത് ആദ്യമായിട്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്തും രഥോത്സവം വരാറില്ല. നമ്മൾ മാർച്ച് ഏപ്രിൽ സമയത്താണ് ഇലക്ഷൻ വരിക. ആ സമയത്തല്ല, രഥോത്സവം ഈ നവംബറിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് ആദ്യമാണ് തെരഞ്ഞെടുപ്പും രഥോത്സവവും ഒരുമിച്ചെത്തുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തി കൂടെ നിൽക്കും. പ്രത്യേകിച്ച് ഈ രഥോത്സവം മാറ്റിവെക്കാതെ വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ കൂടുതൽ വലിയ സ്ത്രീ പങ്കാളിത്തമൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാരടക്കം അത് കൂടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ഭയങ്കര ഭാഗ്യമാണ്. എന്താ അറിയോ, 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കാണാനും അവരുമായിട്ട് ഇടപെടാനും ഇതുപോലൊരു അവസരം വേറെ കിട്ടില്ല, ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് ഇത് ബൈ ഇലക്ഷൻ ആയതുകൊണ്ടാണ്. സ്ഥാനാർത്ഥി അടക്കം തേര് വലിക്കുന്ന കാഴ്ച കണ്ടോ. അത്രയും തിരക്കാണ്, അത്രയും തിരക്ക്. ഒന്നാം തേര് വന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. രഥോത്സവം നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവാറില്ല. വലിയ ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം. ഈ വോട്ടെടുപ്പ് ഇന്ന് നടന്നിരുന്നെങ്കിലും പല വോട്ടുകളും എല്ലാ മുന്നണികൾക്കും നഷ്ടപ്പെട്ടേനെ. ഏതായാലും ആ തെരഞ്ഞെടുപ്പിന് ഗുണകരമാവുകയുള്ളൂ. തീർച്ചയായിട്ടും അതല്ലോ, അതായത് കൂടുതൽ വർക്ക് ചെയ്യാൻ സമയം കിട്ടും. തീർച്ചയായിട്ടും. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അവിടെ നിന്നും ഈ ഒരു ദിവസത്തു നിന്നും മാറ്റി കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാണ്. കാരണം ഒരു വലിയ ജനകീയോത്സവം, ദേശീയോത്സവം, അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് വഴിമാറിക്കൊടുക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് ആ തലത്തിലേക്ക് മാറ്റിവെക്കാൻ വേണ്ട സമ്മർദ്ദവും പ്രേരണയും നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ ഒരു നിമിഷമാണ്. പേര് വലിക്കാൻ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട്. അതും കൂടി NDA കാണുന്നുണ്ടാകുന്നുണ്ടോ? അല്ല, എല്ലാവരും വന്നു. അങ്ങനെ വേണമല്ലോ, എല്ലാവരും വരട്ടെ. ഇതൊരു സീസണലാകാൻ പാടില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ വർഷവും വരുന്നതാണ്. ഞാനായിരുന്നു ഒരിക്കലും ഇതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സീസണലാണ് എന്നുള്ളൊരു തോന്നൽ കൂടെ ഉണ്ട്. പലരും അവര് ഒരിക്കലെങ്കിലും പങ്കെടുത്താൽ വീണ്ടും വീണ്ടും അവർക്ക് പങ്കെടുക്കാൻ. അങ്ങനെ ഈ ധാരയിലേക്ക് വരട്ടെ. ഇത് ദേശീയ മുഖ്യധാരയാണ്. ആ ദേശീയ മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കുമെന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ഈ കൽപ്പാത്തിയിലെ ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അത് BJPക്ക് തരുന്ന ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, ഇതാണ് നമ്മുടെ സാംസ്കാരികമായ, ധാർമ്മികമായ, നമ്മുടെ ആധ്യാത്മികമായ ഉയർത്തെഴുന്നേൽപ്പും പരിവർത്തനത്തിനും ഭാഗവാക്കാകാൻ ഇന്നല്ലെങ്കിൽ നാളെ ജനസമൂഹം തയ്യാറാകും. ഇതുപോലുള്ള ദേശീയ ഉത്സവങ്ങൾ തീർച്ചയായിട്ടും ജനപങ്കാളിത്തത്തോടുകൂടി വരും കാലങ്ങളിൽ നടക്കും. അതുതന്നെയാണ് മോഡി സ്പിരിച്വൽ എക്കണോമി എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ധാരാളം ഉത്സവങ്ങൾ ധാരാളമുണ്ട്. അത് ജനപങ്കാളിത്തത്തോടുകൂടി നടക്കണം. അപ്പോഴാണ് നാട് ഉണരുന്നതും ഉയരുന്നതും വളരുന്നതും. നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ദേശീയ ഉഗ്രഥനം. അതാണ് മോഡി ആഗ്രഹിക്കുന്നത്. ശങ്കര
ശിവപാർവതിയുടെ തേര് വരുന്ന സമയമാണ്. സ്ഥാനാർത്ഥികളടക്കം ആ തേര് വലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൂടി വലിച്ചുകൊണ്ടുള്ള ആ തേരാണ് വരുന്നത്. ആദ്യമായിട്ടാണ് രഥോത്സവത്തിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് ബൂത്തിലേക്ക് ജനം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്തി കൂടി ഇടകലർന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഞങ്ങൾക്ക് കൽപ്പാത്തിക്കാർക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്ന മൂന്ന് മുന്നണികൾ, അത് തന്നെ തങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മൂന്ന് മുന്നണികൾ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ പാലക്കാടുകാർ മാത്രമല്ല, ഇവിടുന്ന് ഒരുപാട് ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഇനി 15-ാം തീയതി ദേവരഥ സംഗമം നടത്തുമ്പോൾ കൽപ്പാത്തി